EVM പോൾ ചെയ്ത അവസാനത്തെ വോട്ടിന്റെ കണക്കിൽ ഒരു 3 വോട്ടിന്റെ വ്യത്യാസമാണുള്ളത്. മിനിഞ്ഞാന്ന് രാത്രി പറഞ്ഞതിൽ നിന്ന് 1,37,305 വോട്ട് ആണ് EVM രേഖപ്പെടുത്തിയത്. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി. 85 വയസ്സിന് മുകളിലുള്ളവർ, മറ്റ് ഭിന്നശേഷിക്കാർ, അങ്ങനത്തെ പരിഗണനയിലൊക്കെ ഒരു 10,700-ലേറെ വോട്ടുകൾ അതും ഫൈനലായി കഴിഞ്ഞു. തപാൽ വോട്ടുകൾ ഇനി തിരിച്ചു വരാനുള്ളതിന്റെ എണ്ണം ജനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. 23-ന് അറിയാം. 1,38,300 ആയി. നാളെ രാവിലെ 7:59 വരെ തിരിച്ചു വരാനുള്ള തപാൽ വോട്ടുകൾക്ക് തിരിച്ചു വരാനുള്ള സമയമുണ്ട്. അതൊരു 100, 150, 20, 200 എണ്ണം വന്നാൽ പോലും 1,38,500. കടയിൽ വന്നു, എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയി വീട്ടിലുണ്ടെന്ന്. നിങ്ങളോട് ഓടാനല്ലേ പറഞ്ഞിട്ടോ. ദാസനെന്താ എന്നെ കൊല്ലുന്നത്? ഞാൻ എന്ത് ചെയ്തു? തെറ്റും ശരി നോക്കാനുള്ള സമയമല്ല ഇത്. അമ്മ ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? എനിക്ക് വയ്യ ഒരു കൊലക്കുറ്റത്തിന് സാക്ഷി പറയാൻ. ഇവിടെ വലിച്ചു വാരിയിടാനല്ല പറഞ്ഞത്. ആർക്കും ഒന്നിലും ഒരു ശ്രദ്ധയും ഇല്ല. അതിന്റെ അർത്ഥം 1,35,000 വോട്ടുകളാണ് 3 മുന്നണികൾക്കായി ബാക്കിയുള്ളത്. അതിനെ കൃത്യമായി 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 45,000 എന്നുള്ളൊരു ഫിഗർ വരും. പാലക്കാടിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നവർ മുനിസിപ്പാലിറ്റിയിൽ വരെ ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ടാണ്. ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നവർ അങ്ങനെ വന്നാൽ 10-ലും മേലെ പോകും ഭൂരിപക്ഷം. അതല്ല, മുനിസിപ്പാലിറ്റിയിൽ BJPക്കാണ് ലീഡെങ്കിൽ 5-നും 10-നും ഇടയ്ക്ക് അവിടെ ജയിക്കും. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോ ഈ 45,000 ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ 3 മുന്നണികളും ക്ലെയിം ചെയ്യുന്നതിന്റെ ബേസ് മിനിമമാണ്. ഉദാഹരണത്തിന്, ഇടതുപക്ഷം നടത്തിയ ഇന്റേണൽ ആയിട്ടുള്ള കൃത്യമായ അസസ്മെന്റിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള, ഇടതുപക്ഷ മനോഭാവത്തിൽ ഇത്തവണ വോട്ട് ചെയ്തവരുടെ എണ്ണം എന്നുള്ള കണക്ക് മാത്രം എടുത്ത് പറയുന്നുണ്ട് 10, 5, 3 കണക്ക് പറയുന്നുണ്ട്. KM ആണ് അവിടെ മത്സരിച്ചിരുന്നത് എങ്കിൽ ഇങ്ങനെ പറയേണ്ടി പോലും വരില്ലായിരുന്നു അല്ലേ? അല്ല, അതിനെക്കുറിച്ച് ഇപ്പൊ ചിന്തയില്ലല്ലോ. ഞാനിപ്പോ എപ്പോ എല്ലാ ഇലക്ഷൻ കയറി മത്സരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ BJPയുടെ കൃഷ്ണകുമാറിന്റെ പോലെ എനിക്കാവാൻ പറ്റുമോ? ഒരു സാധനമെങ്കിലും ഒന്നും ആർക്കെങ്കിലും വിട്ടുകൊടുക്കണ്ടേ? മുനിസിപ്പാലിറ്റി വന്നാൽ മത്സരിക്കും, അസംബ്ലി വന്നാൽ മത്സരിക്കും, പാർലമെന്റ് വന്നാൽ മത്സരിക്കും. ഇനി വേറെ എവിടെയും മത്സരിക്കും. ഒരു സ്ഥലവും ബാക്കിയില്ല. അങ്ങനെ അത് വിലയിരുത്തിയപ്പോൾ 46,000-ന് മുകളിൽ ഉണ്ട് എന്നാണ് കണക്ക്. അതിൽ ഒരു വോട്ട് പോലും നിഷ്പക്ഷരോ സ്വതന്ത്രരോ കഴിഞ്ഞ ഇലക്ഷനുകളിൽ നിസ്സംഗത പുലർത്തിയവരോ ആയവർ വന്ന് വോട്ട് ചെയ്തതിന്റെ എണ്ണം കൂട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? പീതാംബരനൊന്ന് അത്യാവശ്യം അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ജോക്കിക്ക് കൂടി പ്രയോജനം ഉണ്ടാവണം. ആദ്യം ഒരു 100 മില്യൺ. സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മേൽവിലാസത്തിന് കിട്ടേണ്ടുന്ന ചില വോട്ടുകളും മുൻ ഇലക്ഷനുകളിൽ നിസ്സംഗത പുലർത്തി വീട്ടിലിരുന്നവർ വന്ന് വോട്ട് ചെയ്തത് എന്തിനെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവും ചേരുമ്പോ ഒരു 5,000-6,000 വോട്ടുകൾ, നമ്മളിപ്പോ ശ്രീധരൻ സാറോളം വലിപ്പമൊന്നുമില്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും ജനങ്ങളിൽ ഒരു സ്വീകാര്യത ഉണ്ടായിട്ടുണ്ടെന്നാണ് അവരുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു 5,000-6,000 വോട്ട് കൂടി കിട്ടുമ്പോ ഈ 46 ഇതേതാ സ്ഥലം? എന്നെ ഇന്ത സ്ഥലം എന്ത സ്ഥലം? സേലമാ? ഇവിടെ നിന്നും മദ്രാസിക്ക് എവ്വളോ ദൂരം? கிட்டத்தட்ட ஒரு 300-400 കിലോമീറ്റർ இருக்கும். 400 കിലോ. 6,000 ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള, ഞാൻ പറയുന്നു അത് ഇടതുപക്ഷത്തിന്റെ ബേസ് വോട്ടാണെന്നല്ല പറയണം, അത് 40,000 മാത്രമാണ്. ഇത്തവണ പോൾ ചെയ്ത ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള 46,000 വോട്ടും ഈ 6,000 വോട്ടും കൂടി കിട്ടുമ്പോൾ എന്റെ കണക്കും ജനങ്ങളുടെ മനസ്സിലെ കണക്കും ഒക്കെ ശരിയാവുകയാണ്. ഒരു കട്ടൻ ചായ എടുത്തടി. കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ അങ്ങ് നാളെ ഇപ്പോ ഈ ഒരു ഏതാണ്ട് 9-9 2 റൗണ്ട് കഴിയുമ്പോഴേക്കും തന്നെ ട്രെൻഡ് മനസ്സിലാവും. ഞാൻ അതും കൂടി പറഞ്ഞു തരാം. ആദ്യത്തെ 1 മുതൽ 14 വരെ ബൂത്തുകളാണ് ആദ്യത്തെ റൗണ്ടിൽ എണ്ണുക. 104 ബൂത്തുകൾ വരെ മുനിസിപ്പാലിറ്റിയാണ്. അതായത് ആദ്യത്തെ 7 റൗണ്ടുകൾ 8 റൗണ്ടോളം മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ്. ഇതിൽ 1 മുതൽ 28 വരെ വരുന്ന ആദ്യത്തെ 2 റൗണ്ടിലെ
ബൂത്തുകളുടെ സ്വഭാവം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലെ നെറ്റ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 1 മുതൽ 14 വരെ ബൂത്തുകൾ കിട്ടിയ വോട്ട് അറിയാം. അതിൽ നിന്ന് 20% വോട്ട് ആദ്യത്തെ 2 റൗണ്ട് ആയതുകൊണ്ടുള്ള ആ ബൂത്തുകളുടെ സ്വഭാവം വെച്ചാണ് പറയുന്നത്. ഞങ്ങൾക്ക് +50% കിട്ടുന്ന ബൂത്തുകൾ വേറെ വരുന്നുണ്ട്. അത് പക്ഷെ ആദ്യത്തെ 2 റൗണ്ടിൽ ഇല്ല. ആവറേജ് +20% വന്നാൽ ഇടതുപക്ഷം അപ്പോ ആഘോഷങ്ങൾ തുടങ്ങും. ഈ ഇന്നലെ കോൺഗ്രസ് പുറത്തുവിട്ട വോട്ട്